السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. الله سبحانه وتعالى വൻ പാപങ്ങളായി എണ്ണിയ കൂട്ടത്തിൽ പലിശ എണ്ണിയത് കാണാൻ പറ്റും. പലിശ ഇടപാട് ദുനിയാവിൽ വലിയ ആപത്തുകളെയും പരലോകത്തേക്ക് കടന്നു ചെന്നാൽ കഠിന ശിക്ഷയെയും നൽകുന്ന ഒന്നാണ് എന്ന് മഹത്തുക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പലിശ ഇടപാടുകൾ നടത്തുന്ന ആളുകൾ, വാങ്ങുന്നവരും കൊടുക്കുന്നവരും എഴുതുന്നവരും സാക്ഷി നിൽക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആളുകളെയെല്ലാം അള്ളാഹുവും അവൻ്റെ റസൂലും ശപിച്ചിരിക്കുന്നു എന്നും ഇടപാടുകൾ നടത്തുന്ന ആളുകളുമായി അള്ളാഹുവും അവൻ്റെ റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുമൊക്കെ വിശുദ്ധമായ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസിലൂടെയും നമ്മൾ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. പലിശ എന്ന് പറയുന്നത് മഹാദുരന്തമാണ്. അത് ന്യായീകരിക്കാൻ ഒരു നിലക്കും വിശ്വാസികൾക്ക് സാധ്യമാകുന്നതുമല്ല. അതിൻ്റെ കഠിനമായ ശിക്ഷകളെപ്പറ്റിയൊക്കെ അത് വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും സാക്ഷി നിൽക്കുന്നവരുമായ ആളുകൾക്കൊക്കെ വേദനാജനകമായ ശിക്ഷകൾ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം രാത്രിയിൽ 2 മലക്കുകൾ എൻ്റെ അടുത്തിലേക്ക് വന്നു. അവർ എന്നെ പരിശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി. പോകുന്ന സമയത്ത് ഒരു നദിയുടെ തീരത്ത് ഞങ്ങൾ എത്തിയപ്പോൾ ആ നദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ നദിയിൽ വെള്ളം ഒഴുകുന്നതിന് പകരം രക്തമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ 2 ആളുകളെ കാണുകയാണ്. ഒരാൾ നദിയുടെ കരയിൽ കുറേ കല്ലുകളുമായി അയാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരാൾ ഈ ചോരപ്പുഴയിൽ ആ ചോരയിൽ അങ്ങനെ നിൽക്കുന്നു. അയാൾ ആ ചോരപ്പുഴയിൽ നിന്ന് കര കയറാൻ വേണ്ടി നീന്തി മുന്നോട്ട് വരുമ്പോൾ നദിക്കരയിൽ നിൽക്കുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തെ കയ്യിലുള്ള കല്ലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കും തലയിലേക്കും എറിയുകയാണ്. ആ മനുഷ്യനെ കരയിലേക്ക് കയറാൻ പറ്റാത്ത രൂപത്തിൽ ഇയാൾ വീണ്ടും അങ്ങോട്ട് തന്നെ അയാളെ മടക്കുകയാണ്. ഇത് കണ്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്കുകളോട് ചോദിച്ചു, ആരാണ് ആ ചോരപ്പുഴയിൽ അകപ്പെട്ടിട്ടുള്ള വ്യക്തി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മലക്കുകൾ പറഞ്ഞ മറുപടി, ആ മനുഷ്യൻ പലിശ തിന്നുന്ന ആളാണ് ഉള്ളതാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പലിശ ഭക്ഷിക്കുന്ന ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മലക്കുകൾ പറയുന്നു. ഈ ഒരു ഹദീസ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. പലിശ എന്ന് പറയുന്നത് വലിയൊരു ഗൗരവമായിട്ട് ഇന്നിൻ്റെ സമൂഹം കാണുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നുപോകരുത്. എന്തിനും ഏതിനും പലിശയ്ക്ക് പണം ലഭിക്കുന്ന ഒരു സമൂഹമായി നാം അറിയിക്കുകയാണ്. പലതും നമ്മൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടി പലിശയ്ക്ക് പണം ലഭിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നാം ഒന്ന് ഉന്നത സ്ഥാനത്തെത്തണം, അല്ലെങ്കിൽ അവരെക്കാളും മികച്ചു നിൽക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് പല ഓഫറുകളും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് മുഴുവനും വാങ്ങിക്കൂട്ടാൻ വേണ്ടി പലിശയ്ക്ക് പണം എടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ഇന്ന് സമൂഹമുള്ളത്. പലിശയുടെ ഗൗരവത്തെക്കുറിച്ച് ഒരു തരി പോലും ചിന്തയില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. പലിശയുടെ ദുരന്തം എന്ന് പറയുന്നത് ദുനിയാവിലും ആഖിറത്തിലും വലിയ ദുരന്തത്തിന് അതൊരു കാരണമാണ്. നോക്കി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജിൻ്റെ യാത്രയിൽ അവിടുന്ന് ആ യാത്ര കഴിഞ്ഞ് വന്നിട്ട് അവിടുന്ന് വിശദീകരിച്ചു തന്നൊരു സംഭവമുണ്ട്. ആകാശത്തിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗം ആളുകളുടെ സവിധത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയപ്പോൾ അവരുടെ വയറുകൾ സർപ്പക്കൂട് പോലെ വീർത്തിങ്ങനെ നിൽക്കുന്നു. അതിൽ നിന്ന് സർപ്പങ്ങൾ തല പുറത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, ഓ ജിബ്രീലെ, ആരാണ് ഈ മനുഷ്യര്? വയറൊക്കെ സർപ്പക്കൂട് പോലെ അങ്ങനെ നിന്ന് അതിൽ നിന്ന് സർപ്പങ്ങൾ തല പുറത്തേക്കിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താണ്? അവര് പലിശ തിന്നിട്ട് പലിശയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആളുകളായിരുന്നു എന്ന് അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. അപ്പോൾ പലിശയുമായി ഇടപെടുന്നവര് മഹാദുരന്തത്തിലേക്കാണ് അവർ ചെന്ന് വീഴുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. എൻ്റെ സമുദായത്തിനൊരു കാലം കടന്നു വരും, ആ സമയത്ത് എല്ലാ ആളുകളും പലിശ തിന്നുന്നവരായി മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, ഞങ്ങളെ എല്ലാവരും പലിശ തിന്നുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും പലിശ ഭക്ഷിക്കും. ആരെങ്കിലും അതിൽ നിന്ന് ഒഴിവായിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ധൂളികളെങ്കിലും അവരിൽ ബാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അഥവാ ആ പറഞ്ഞതിൻ്റെ ലക്ഷ്യം പലിശ സാർവത്രികമാണ്, മൊത്തത്തിൽ പലിശ വ്യാപിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇന്ന് മുസ്ലിം സമൂഹം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകളിലൊക്കെ നമ്മൾ നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ എത്തി. പലിശ കൊണ്ട് ഒരാളും രക്ഷപ്പെടൂല. പലിശ, നമ്മൾ പണം വാങ്ങുന്നത് നമ്മൾ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആവശ്യമുള്ളവരാണെന്ന് അറിയുമ്പോൾ നമ്മളെ പലിശക്ക് പണമെടുപ്പിക്കാൻ ധാരാളം ബാങ്കുകൾ ഇന്ന് സന്നദ്ധരാണ്. പല ഓഫറുകളും വരാൻ 7% പലിശയെന്ന്, 16% പലിശയെന്ന്, അല്ലെങ്കിൽ 5% പലിശയെന്ന് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ 5% ഉള്ളൂ, അല്ലെങ്കിൽ 7% ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആവശ്യക്കാരാണ്, നമ്മളിങ്ങനെ മാസത്തിന് അടച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ തോതനുസരിച്ച് പലിശ നമ്മൾ അടച്ചുകൊണ്ടിരുന്നാലും നമ്മൾ വർഷങ്ങളോളം അടച്ചാലും നമ്മൾ എടുത്ത മുതലിലേക്ക് ഒന്നും എത്താത്ത രൂപത്തിൽ അടക്കുന്നത് മുഴുവൻ പലിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചുണ്ടാക്കുന്നത് മുഴുവനും ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്ക് കൊള്ളയെടുത്ത് ആ ബാങ്കിൽ അടയ്ക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ്. ദുനിയാവിലും ആഖിറത്തിലും അവൻ പ്രയാസങ്ങൾ അനുഭവിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുവിൻ്റെ റസൂലും യുദ്ധം പ്രഖ്യാപിച്ചൊരു വിഭാഗമാണ് പലിശ ഇടപാട് നടത്തുന്നവർ എന്ന്. അല്ലാഹുവിൻ്റെ റസൂലും ശപിച്ചു എന്ന് പറഞ്ഞതും പലിശ ഇടപാടുകൾ നടത്തുന്നവരാണ്. വാങ്ങുക കൊടുക്കുക മാത്രമല്ല, അതിന് സാക്ഷി നിൽക്കലും എഴുതലും മറ്റു ഇടപാടുകൾ നടത്തുന്നതൊക്കെ മഹാപാപമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഇന്ന് ഈ പലിശ എന്ന് പറയുന്നത് തന്നെ പാപങ്ങളെ ചൂഷണം ചെയ്യുന്ന ക്രൂരമായ ഒരു സമ്പാദന മേഖലയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ വാങ്ങുന്നത് 10 മടങ്ങായി നമ്മൾ തിരിച്ചു കൊടുക്കണം. നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കുകയാണ് എന്ന് അവർ പറയുമെങ്കിലും നമ്മളെ വീണ്ടും പടുകുഴിയിലേക്ക് കൊണ്ടുപോകും. നമ്മളത് അടച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾ അടക്കേണ്ടി വരും. ആരും അടക്കുന്നില്ല എങ്കിൽ തവണകൾ തെറ്റുന്ന സമയത്ത് വീടോ സ്ഥാപനമോ അല്ലെങ്കിൽ വാഹനങ്ങളോ ജപ്തി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ വഷളപ്പെടുത്തിലേക്ക്, അത് പേടിച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് നമ്മൾ അടക്കാൻ ശ്രമിക്കും. ഒരു ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വഷളായി പോവാണ്, ദുനിയാവിൽ നമ്മൾ വഷളാകും, ജനങ്ങൾക്കിടയിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാകും. ഇങ്ങനെ മാനം കെട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് ഞാൻ പറഞ്ഞു വന്നത് പലിശ വലിയ ഗൗരവം. അതിനൊരു ഗൗരവം ഒരിക്കലും കുറയുന്നില്ല. ഗൗരവമില്ല എന്ന് കരുതി, അല്ലെങ്കിൽ ജനങ്ങൾ പല ആളുകളും പലിശക്ക് വല്ല പ്രശ്നങ്ങളൊന്നുമില്ല, ഗൗരവമൊന്നുമില്ല എന്ന് നമ്മളെ പറഞ്ഞു പറ്റിക്കുമെങ്കിലും പലിശയുടെ ഗൗരവത്തിന് ഒരു കുറവില്ല. മഹാശിക്ഷ, കഠിനമായ ശിക്ഷ പരലോകത്ത് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശ ഇടപാട് നടത്തുന്നതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം, ഉള്ളത് കൊണ്ട്